ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടോ? നമ്മൾ ഇന്ന് ഏതാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് പഠിക്കുക കേട്ടോ. ജൂനിയർ ഇൻസ്ട്രക്ടർ ക്രാഫ്റ്റ്സ്മാൻ സിവിലിൻ്റെ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ അടുത്ത ക്ലാസ് ആയത്. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കി. ആദ്യം നമ്മൾ സ്റ്റോൺ പഠിച്ചല്ലേ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈം പഠിച്ചു, പിന്നെ സിമെൻറ്റ് പഠിച്ചു, ബ്രിക്സ് പഠിച്ചു, ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊസോളനെ പഠിച്ചു, പൊസോളനിക് മെറ്റീരിയൽസിനെ പറ്റി പഠിച്ചു, ഓക്കെ. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന യൂസസ് ഓഫ് ക്ലേ പ്രൊഡക്ട്സ് ഉള്ള ഓക്കെ, ക്ലേ പ്രൊഡക്ട്സിന്റെ യൂസസ്. അപ്പം നമ്മൾ ബ്രിക്കിനകത്ത് ക്ലേ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അപ്പോൾ അത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതല്ലാതെ ബ്രിക്ക് അല്ലാതെ ക്ലേ യൂസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്, ഓക്കെ. അത് ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ ആവാം, അല്ലാതാവാം, ഓക്കെ. ഒന്നാമത്തെ എർത്ത് ആൻഡ് വെയർ. എർത്ത് ആൻഡ് വെയർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മൺചട്ടിയൊക്കെ ഉണ്ടല്ലേ, മൺചട്ടി പോലത്തെ സാധനങ്ങൾ, അതൊക്കെ എർത്ത് ആൻഡ് വെയർ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ബിൽഡിംഗ് മെറ്റീരിയൽ ആകുമ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യുന്നത്? എർത്ത് ആൻഡ് വെയർ നമ്മുടെ ഓടൊക്കെ ഇല്ലേ, നമ്മുടെ പണ്ടത്തെ വീട്ടിലൊക്കെ ഓട് കണ്ടില്ലേ, ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ഓടൊക്കെ. നമ്മൾ മാംഗ്ലൂർ ടൈൽസ് എന്ന് പറയുന്നൊരു സാധനം ഇല്ലേ, അത് എന്താണ് നമ്മുടെ പണ്ടത്തെയൊക്കെ ഒരു ഇച്ചിരി പഴയ വീട്ടിലൊക്കെ നോക്കിയാൽ തട്ട്, ഈ തട്ടൊക്കെ വെച്ചിട്ട് മച്ചെന്നൊക്കെ പറയാം, അതിൻ്റെ മേളിൽ ഓടൊക്കെ ഇടും അല്ലേ, അതാണ് എർത്ത് ആൻഡ് വെയർ. പിന്നെ ഉള്ളത് സ്റ്റോൺ വെയർ, പോർസലിൻ, ടെറാക്കോട്ട, പിന്നെ അതിൻ്റെ ഗ്ലേസിങ്, പുറത്തെ ഗ്ലേസിങ് കൊടുക്കുക, അതിൻ്റെ ടൈപ്സ്, ഓക്കെ. ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്ലൈഡ്സിലോട്ട് പോവേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പം നമ്മൾ ഏകദേശം ഒരു ഹാഫ് വേ ആയിട്ടുണ്ട് കേട്ടോ. മോർട്ടാറും കോൺക്രീറ്റ് ആവണ്ട, ഏകദേശം നമ്മളൊരു ഹാഫ് വേ ആയിട്ടുണ്ട്. പഠിച്ചതൊക്കെ നോക്കണം, റിവിഷൻ ചെയ്യണം. നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സിന്റെ ക്വസ്റ്റ്യൻസ്, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്സ് വാങ്ങിച്ച് പഠിക്കാമെങ്കിൽ അങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. അപ്പോൾ ആ ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നോക്കണം. ക്വസ്റ്റ്യൻസ് കൂടെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് കളക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്താണ് ഞാൻ ഈ സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഇൻ കേസ് ഏതെങ്കിലും ഏരിയയിൽ നിന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ, ഓക്കെ, മിസ്സായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കി പഠിക്കുകയും ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം ഹാഫ് വേ ആയി സബ്ജക്റ്റിന്റെ. ഷോർട്ട് നോട്ടൊക്കെ എഴുതി വെക്കണം, അത്യാവശ്യം നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഷോർട്ട് നോട്ടൊക്കെ എഴുതി വെക്കണേ. ഇനി നമുക്ക് നോക്കാം യൂസസ് ഓഫ് ക്ലേ പ്രൊഡക്ട്സ്, എർത്ത് ആൻഡ് വെയർ, സ്റ്റോൺ വെയർ, പോർസലിൻ, ടെറാക്കോട്ട, ഗ്ലേസിംഗ് ടൈപ്സ്. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട്, പക്ഷേ റെക്കറൻ്റ് ആയിട്ട് അധികം വന്നിട്ടില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളൂ. എങ്കിലും നമുക്കിത് പഠിക്കാൻ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഇൻ കേസ് റാങ്ക് മേക്കിംഗ് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അത് അറ്റംപ്റ്റ് ചെയ്തിട്ട് പോകണ്ടേ. അപ്പം ക്ലേ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പം എങ്ങനെയാണ് നമുക്ക് ക്ലേ കിട്ടുന്നത്? ഓക്കെ, അപ്പം ക്ലേ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഒബ്റ്റെയിൻഡ് ബൈ കെമിക്കൽ വെതറിങ് ഓഫ് ഇഗ്നിയസ് റോക്സ്. നമ്മൾ പറഞ്ഞു ഇഗ്നിയസ് റോക്സ്, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലെ റോക്സിന്റെ ക്ലാസ്സിലെ പറഞ്ഞു. ഇഗ്നിയസ് റോക്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ മാഗ്മ തണുത്തിട്ട് ഉണ്ടാകുന്ന റോക്സ് ആണ് ഇഗ്നിയസ് റോക്സ്. അതിനെ തന്നെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹൈപ്പർബൈസൽ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, പ്ലൂട്ടോണിക്, ഓക്കെ. അപ്പൊ അത് 3 ക്ലാസിഫിക്കേഷൻ ഒക്കെ ഒന്നിട്ട് സംശയമുണ്ട്, മറിച്ച് നോക്കിക്കോണം കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഈ കെമിക്കൽ വെതറിങ് ഓഫ് ഇഗ്നിയസ് റോക്സിൽ നിന്നാണ് ഈ കെമിക്കലി അതിന് വെതറിങ് നടന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് ഈ ക്ലേ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാനുള്ള ക്ലേ കിട്ടുന്നത്, ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ സാധനം എന്താണ്? എർത്ത് ആൻഡ് വെയർ. എർത്ത് ആൻഡ് വെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എർത്ത് ആൻഡ് വെയർ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾസ് പ്രിപ്പയർഡ് ഫ്രം ഓർഡിനറി ക്ലേ, സാധാ ക്ലേ, ഓർഡിനറി ക്ലേ, ഓക്കെ. അതിനകത്തു നിന്ന് ഉണ്ടാക്കുന്ന ആർട്ടിക്കിൾസിനാണ് എർത്ത് ആൻഡ് വെയർ എന്ന് പറയുന്നത്, ഓക്കെ. അപ്പൊ എർത്ത് ആൻഡ് വെയറിൽ നമുക്ക് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ക്ലേ പറഞ്ഞ് നമ്മൾ എന്താണ് പറഞ്ഞത്, കെമിക്കൽ വെതറിങ് നടക്കുന്നു പറഞ്ഞല്ലേ. അപ്പൊ ഈ റെസിഡ്യൂവൽ സോയിലുണ്ട്, ട്രാൻസ്പോർട്ട് സോയിലുണ്ട്. റെസിഡ്യൂവൽ സോയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജിടിയിൽ പഠിക്കും. റെസിഡ്യൂവൽ സോയിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെതറിങ് നടന്നിട്ട് ആ റോക്കിന്റെ അടുത്ത് തന്നെയാണ് എന്ത്, ആ ഡെപ്പോസിഷൻ നടന്ന് ഉണ്ടാകുന്നതെങ്കിൽ അതിന് റെസിഡ്യൂവൽ എന്ന് പറയും. ട്രാൻസ്പോർട്ടഡ് ആണെങ്കിലോ ഇവൻ എന്ത് ചെയ്യും, ആ പേരന്റ് റോക്കിന്റെ അടുത്തുനിന്ന് മൂവ് ചെയ്ത് വേറൊരു സ്ഥലത്ത് പോയി ഡെപ്പോസിഷൻ ചെയ്യും, ഓക്കെ. അപ്പം ആ റെസിഡ്യൂവൽ ക്ലേ ആയിട്ടുള്ള കാവലിനാണ്, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് കാവലിനേറ്റ്, ഇൽനൈറ്റ്, മോൺ മൊർലനൈറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 3-4 ക്ലേ മിനറൽസ് ഉണ്ട്. അപ്പം ഈ ക്ലേയിൽ ഈ നമ്മൾ ഈ കാണുന്ന എർത്ത് ആൻഡ് വെയർ ഉണ്ടാക്കുന്ന ക്ലേയിൽ മെയിൻലി കാണുന്ന എന്തായിരിക്കും? കാവലിനായിരിക്കും, ഓക്കെ. അപ്പം ഇതൊരു ക്ലേ പ്രൊഡക്റ്റ് ആണ്. എർത്ത് ആൻഡ് വെയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ക്ലേ പ്രൊഡക്റ്റ് ആണ്. ഓർഡിനറി ക്ലേയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അത് റെസിഡ്യൂവൽ ക്ലേ ആണ്. അതിനകത്ത് മേജർ കോമ്പൗണ്ട് ആരാണ്? കാവലിനാണ്. ഇത് ഓർക്കാലോ. ഇനി ഇതെങ്ങനെയാണ് എർത്ത് ആൻഡ് വെയർ ഉണ്ടാക്കുന്നത്? ഇറ്റ് ഈസ് മാനുഫാക്ചർഡ് ഫ്രം ഓർഡിനറി ക്ലേ മിക്സ്ഡ് വിത്ത് സൗണ്ട് ആൻഡ് ക്രഷ്ഡ് പോട്ടറി, ഓക്കെ. ക്രഷ്ഡ് പോട്ടറി എന്താ? നമ്മളിപ്പോൾ ചട്ടിയൊക്കെ പൊട്ടിയിട്ട് കണ്ടില്ലേ, വീട്ടിലെ മൺചട്ടി, മീൻകലമൊക്കെ, മീൻചട്ടിയല്ല, മീൻചട്ടിയൊക്കെ നമ്മുടെ മൺകലങ്ങളൊക്കെ പൊട്ടിക്കണ്ടില്ലേ, അതുപോലുള്ള ക്രഷ്ഡ് പോട്ടറി എടുത്തിട്ട് അത് ക്ലേയുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? എർത്ത് ആൻഡ് വെയർ ഉണ്ടാക്കുന്നത്, ഓക്കെ. എന്നിട്ട് ഇതിന്റെ ഒരു മെയിൻ പോയിന്റ് വരുന്നത്, ഇറ്റ് ഇസ് ബേൺഡ് അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് കൂൾ ഡൗൺ സ്ലോലി, ഓക്കെ. അപ്പൊ അത് എങ്ങനെയാണ്? ബേൺ ചെയ്യുന്ന ലോ ടെമ്പറേച്ചറിലായിരിക്കും,
ഓക്കെ, വലിയ ഹൈ ടെമ്പറേച്ചർ ഒന്നും ലോ ടെമ്പറേച്ചറിൽ ബേൺ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ എന്ത് ചെയ്യും, പതുക്കെ ഓക്കെ. അപ്പോൾ ഇത് എങ്ങനെയാണ് ബേൺ ചെയ്യുന്ന ലോ ടെമ്പറേച്ചർ ആണ്, പിന്നെ എന്താണ് സ്ലോലി കൂൾ ഡൗൺ ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ എർത്തേൺ വെയർ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എർത്തേൺ വെയർ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ചോദിക്കും ക്ലേ പ്ലസ് സാൻഡ് പ്ലസ് ക്രഷ്ഡ് പോട്ടറി ബേൺഡ് അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് കൂൾ ഡൗൺ സ്ലോലി എന്നിട്ട് എർത്തേൺ വെയർ പോർസിലിൻ അങ്ങനെയൊക്കെ തരും. ഓക്കെ, അപ്പോൾ എന്താ എഴുതണം, എർത്തേൺ വെയർ എഴുതണം. അപ്പോൾ എർത്തേൺ വെയറിൽ എന്തൊക്കെയാണ് ഉള്ളത്, ക്ലേ ഉണ്ട്, സാൻഡ് ഉണ്ട്, ക്രഷ്ഡ് പോട്ടറി ഉണ്ട്. ഓക്കെ, ക്ലേ ഉണ്ട്, സാൻഡ് ഉണ്ട്, ക്രഷ്ഡ് പോട്ടറി ഉണ്ട്. അപ്പൊ ഈ ക്രഷ്ഡ് പോട്ടറി സാൻഡും ഒക്കെ എന്തിനാണ് ക്ലേയിൽ ആഡ് ചെയ്യുന്നത്, അതിന്റെ ഷ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യാൻ. ഒത്തിരി ഷ്രിങ്ക് ചെയ്ത് വോളിയം ചേഞ്ച് ആയി പോകില്ല, അതാ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നതിൽ ഏകദേശം ഒരു സൈസ് നിൽക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്, സാൻഡും ക്രഷ്ഡ് പോട്ടറിയും ഒക്കെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സാൻഡ് പ്ലസ് ക്രഷ്ഡ് പോട്ടറി എന്ത് ചെയ്യും, ഷ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യും. പിന്നെ ഇങ്ങനെ ഈ എർത്തേൺ വെയറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് സോഫ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇത് സോഫ്റ്റ് ആയിരിക്കും, പോറസ് ആയിരിക്കും, വീക്ക് ആയിരിക്കും. ഓക്കെ, എന്തായിരിക്കും, സോഫ്റ്റ്, പോറസ്, വീക്ക്. ഓക്കെ, ഇത് സാധാരണ യൂസ് ചെയ്യുന്ന ഓർഡിനറി ഡ്രെയിൻ പൈപ്പ്. ഓക്കെ, നമ്മൾ മെയിൻ ഡ്രെയിൻ പൈപ്പ്സിലൊന്നല്ല, ഓർഡിനറി ഡ്രെയിൻ പൈപ്പ് അല്ലെങ്കിൽ നമ്മൾ പാർട്ടീഷൻ ബ്ലോക്സ് ഒക്കെ ഉണ്ടാക്കാൻ, പിന്നെ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ് ഒക്കെ ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ എർത്തേൺ വെയർ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സ്ലൈഡ് പഠിച്ചല്ലോ. ഇനി അടുത്ത നോക്കിയേ, ഗ്ലേസിങ്. ഗ്ലേസിങ് എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ, ടു മേക്ക് ദ എർത്തേൺ വെയർ ഇംപെർവിയസ്. അപ്പോൾ നമ്മൾ ഈ എർത്തേൺ വെയർ പറഞ്ഞ അല്ലെ, എർത്തേൺ വെയർ എന്താണ്, കുറച്ച് പെർവിയസ് ആണ് അല്ലെ, കുറച്ച് എന്താ പോറസ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിനെ എന്ത് ചെയ്യണം, ഇംപെർവിയസ് ആക്കണം. നമ്മളിപ്പോൾ ഒരു വെള്ളം ഒഴിച്ചാൽ അതിനകത്തും താഴോട്ട് പോലെ. ഓക്കെ, സോറി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഗ്ലേസിങ് യൂസ് ചെയ്യുന്നത്. ഗ്ലേസിങ് എവിടാ കൊടുക്കുന്നത്, സർഫസിലാണ് കൊടുക്കുന്നത്. ഇത് ഇവിടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് കണ്ടോ, ഗ്ലേസിങ് നമ്മൾ എവിടാ കൊടുക്കുന്നത്, സർഫസിലാണ് കൊടുക്കുന്നത്. അപ്പം ഗ്ലേസ് ഈസ് എ ഗ്ലാസ് മെറ്റീരിയൽ. അപ്പം ഗ്ലേസ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഗ്ലാസ് മെറ്റീരിയൽ ആണ്. എന്നിട്ട് ഇത് എന്ത് ചെയ്യും, മെൽറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഇത് സർഫസിൽ അപ്ലൈ ചെയ്യും. ഏത് സമയത്താണ് സർഫസിൽ അപ്ലൈ ചെയ്യുന്നത്, ഡ്യൂറിങ് ദ ഫയറിംഗ് പ്രോസസ്. ഓക്കെ, നമ്മൾ ഫയർ ചെയ്തില്ലേ, ആ പ്രോസസ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഗ്ലേസിങ് നടത്തുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണേൽ വരാം, ഏത് ടൈമിലാണ് ഗ്ലേസിങ് ചെയ്യുക. അപ്പം വേറെ കുറേ പ്രോസസ്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് സമയം അഡോപ്റ്റ് ചെയ്യണം, ഫയറിംഗ് പ്രോസസ് എന്നുള്ള സമയം ആ ടൈമിലാണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്ലേസിങ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ, ഇറ്റ് ദെൻ അഡ്ഹർ ടു ടൈൽ വൈൽ കൂളിംഗ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് അഡ്ഹർ ആവുന്ന ഏത് സമയത്താണ്, കൂളിങ്ങിന്റെ സമയത്ത്. എന്നിട്ട് ഒരു തിൻ ലെയർ ഓഫ് ഇംപെർവിയസ് കോട്ടിങ് അതിന്റെ പുറത്തുണ്ടാക്കും. ഓക്കെ, ഇൻക്രീസ് ദ ഡ്യൂറബിലിറ്റി ബൈ ഇൻക്രീസിങ് കെമിക്കൽ റെസിസ്റ്റൻസ്. അപ്പൊ ഇവൻ എന്ത് ചെയ്യും, ഇവൻ അവന്റെ ഡ്യൂറബിലിറ്റി ഇൻക്രീസ് ചെയ്യും. എങ്ങനെ ഡ്യൂറബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്, അതിന്റെ കെമിക്കൽ റെസിസ്റ്റൻസ് കൂട്ടും. അപ്പൊ എന്തെങ്കിലും കെമിക്കൽ സബ്സ്റ്റൻസുമായിട്ട് അവൻ കോൺടാക്ട് വന്നാൽ ഗ്ലേസിങ് എന്ത് ചെയ്യും, നമ്മൾ ഈ ക്ലേ റിയാക്ട് ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്ത് അതിന് കെമിക്കൽ റെസിസ്റ്റൻസ് കൂട്ടും. ഓക്കെ, ഇനി അടുത്ത് എന്താ, സിലിക്ക, മെറ്റൽ ഓക്സൈഡ്സ്, അലുമിന derived from clay, stiffness the molten glaze to prevent it from running off the piece. ഓക്കെ, ഇനി അടുത്ത എന്താണ്, നമ്മൾ സിലിക്കയോ മെറ്റൽ ഓക്സൈഡ്സോ അലുമിന ഇങ്ങനെയുള്ള സാധനമൊക്കെ എന്താ ക്ലേയിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പൊ എന്ത് ചെയ്യും, ഇത് സ്റ്റിഫൻ ചെയ്യും. ഈ മോൾട്ടൺ ഗ്ലേസിനെ സ്റ്റിഫൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മളിപ്പോൾ ഒരു പെയിന്റ് പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതിന്റെ പുറത്തുനിന്ന് റൺ ഓഫ് ചെയ്ത് ഒഴുകി പോവാതെ അതവിടെ സ്റ്റിഫൻ ചെയ്ത് പിടിച്ചു വെക്കാൻ ഹെൽപ്പ് ചെയ്യും ഈ അലുമിനായും മെറ്റൽ ഓക്സൈഡും സിലിക്കായും ഒക്കെ. ഓക്കെ, അടുത്ത എന്താ, ഗ്ലേസിംഗ് ഓഫ് clay product is achieved by throwing sodium chloride in kin at a temperature of 1300 degree Celsius. ഓക്കെ, അപ്പൊ അത് ഇതാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ ഈ ഗ്ലേസിംഗ് ഒക്കെ നടത്തുന്നത് എപ്പോഴാണെന്നറിയാമോ, ഗ്ലേസിംഗ് ഒക്കെ നമ്മളൊരു 300 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ആയിരിക്കും നടത്തുന്നത്. ഓക്കെ, അപ്പം ഈ ഗ്ലേസിംഗ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് സോഡിയം ക്ലോറൈഡ്, നമ്മുടെ ഉപ്പില്ലേ, അപ്പോൾ ഒരു കിൻ ടെമ്പറേച്ചറിൽ സോഡിയം ക്ലോറൈഡ് 1300 ഡിഗ്രി സെൽഷ്യസിലൊക്കെ നമ്മൾ ഇതിനകത്ത് ത്രോ ചെയ്താലും നമുക്ക് ഇത് ഒരു ഫോം ഓഫ് ഗ്ലേസിംഗ് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് നോക്കി സ്റ്റോൺ വെയർ. അപ്പോൾ സ്റ്റോൺ വെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കണ്ടിട്ടുള്ള സാധനം എന്താണെന്ന് അറിയാം, ഈ ഭരണി കണ്ടോ, നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് മാങ്ങ കുപ്പിട്ടൊക്കെ വെക്കത്തില്ലേ, ചില വീട്ടിലൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാധനമാണ് എന്ത്, സ്റ്റോൺ വെയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റോൺ വെയർ നമ്മൾ ഈ നമ്മുടെ മൺചട്ടി അത് പൊട്ടിയതും ഒരു എന്താണ് ഈ സാധനം എന്താണ് ഈ സ്റ്റോൺ വെയർ അല്ലെങ്കിൽ ഈ ഭരണിയൊക്കെ പൊട്ടിയതും തമ്മിൽ അതിന്റെ ആ ഒരു സർഫസ്, ആ പൊട്ടിയ സർഫസ് ഒക്കെ കാണാൻ ഇത് കുറച്ചുകൂടെ കോമ്പാക്ട് ആയിരിക്കും അല്ലെ. മറ്റേന്ന് പറയുമ്പോൾ അത്ര കട്ടി കാണത്തില്ല, പിന്നെ നമ്മൾ പൊട്ടിച്ചാലും പൊട്ടും. എന്ന് പറയുമ്പോൾ എന്താ, കുറച്ച് കട്ടിയാണ് അല്ലെ.
അപ്പൊ ഇവന് ഇങ്ങനെ കട്ടി വരുന്നത് എന്തുകൊണ്ടാ, അല്ലെങ്കിൽ എന്തുകൊണ്ടാ? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം റിഫ്രാക്ടറി ക്ലേ. ഇവനെ ഉണ്ടാക്കുന്നത് റിഫ്രാക്ടറി ക്ലേ എന്നാണ്. അതെന്താണ്, ഒരു ഹീറ്റ് റെസിസ്റ്റന്റ് ക്ലേ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവൻ എന്താ കുറച്ചുകൂടെ കോമ്പാക്ട് ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഇവനെ ഉണ്ടാക്കുന്ന ഈ സ്റ്റോൺ വെയറിനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാ? ഹൈ ടെമ്പറേച്ചറിൽ കൂൾ ഡൗൺ സ്ലോലി. ഓക്കെ, നമ്മൾ എർത്തൺ വെയർ എന്താ പറഞ്ഞേ? ലോ ടെമ്പറേച്ചറിൽ കൂൾ ഡൗൺ സ്ലോലി ആയിരുന്നു എർത്തൺ വെയർ. അപ്പൊ സ്റ്റോൺ വെയർ ആകുമ്പോൾ ഹൈ ടെമ്പറേച്ചർ ആണ്, കൂൾ ഡൗൺ സ്ലോലി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നേരത്തെ നമ്മൾ ക്ലേ, പിന്നെന്തായിരുന്നു, സാൻഡ്, ക്രഷ്ഡ് പോട്ടറി എന്നാ പറഞ്ഞത്. ഇവിടെ എന്തൊക്കെയാണുള്ളത്? റിഫ്രാക്ടറി ക്ലേ. എന്താണ്? സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്ലേ, റിഫ്രാക്ടറി ക്ലേ, സ്റ്റോൺ, ക്രഷ്ഡ് പോട്ടറി. ഓക്കെ, ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താ? ഇവൻ ഹാർഡ്, സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ആണ്. നല്ല ഹാർഡ് ആണ്, നല്ല സ്ട്രോങ് ആണ്, ഒത്തിരി ഡ്യൂറബിൾ ആണ്. ഓക്കെ, ഇനി നല്ല കോമ്പാക്ട് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഭരണിയൊക്കെ പൊട്ടിയിടുന്ന നോക്കിയാൽ അത്യാവശ്യം നല്ല കോമ്പാക്ട് ആയിട്ടിരിക്കുന്നതാണ്. കോമ്പാക്റ്റും ഡെൻസും, കോമ്പാക്ട് ആൻഡ് ഡെൻസും. ഓക്കെ, ഇറ്റ് കോമ്പാക്ട് ആൻഡ് ഡെൻസ് ദാൻ എന്താണ്? എർത്തൻ വെയർ. നമ്മുടെ എർത്തൻ വെയറിനെക്കാളും നല്ല ഡെൻസ് ആയിരിക്കും, നല്ല കോമ്പാക്ട് ആയിരിക്കും. ഇത് സാധാരണ കാണുന്ന കളർ എന്ന് പറയുമ്പോൾ ഒരു ബ്രൗണിഷ് അല്ലെങ്കിൽ ഒരു ഗ്രേ കളറിലൊക്കെയാണ് ഇവനെ കാണുന്നത്. പിന്നെ നമ്മൾ ഇവനെ എന്ത് ചെയ്യും? ഈ സ്റ്റോൺ വെയറിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ സാനിറ്ററി ആർട്ടിക്കിൾസ് ഒക്കെ, എന്താ ചില പൈപ്പുകളോ അല്ലെങ്കിൽ നമ്മുടെ വാഷ് ബേസിൻസോ അതുപോലുള്ള സാധനങ്ങൾ, വാട്ടർ ക്ലോസറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇവനെ യൂസ് ചെയ്യും. ഓക്കെ, പിന്നെന്താണ്? ഒരു ക്ലിയർ റിംഗിങ് സൗണ്ട് ഉണ്ടാകും. നമ്മൾ ഇവരുടെ രണ്ടെണ്ണം തമ്മിൽ ഇങ്ങനെ കൂട്ടിയ പ്ലേറ്റ് തമ്മിൽ, നല്ല കട്ടി സ്റ്റോൺ വെയർ പ്ലേറ്റുകൾ തമ്മിലോ അല്ലെങ്കിൽ നമ്മുടെ ഭരണി തമ്മിലോ ചെറുതായിട്ടൊന്ന് കൂട്ടിമുട്ടിയാൽ നല്ലൊരു സൗണ്ട് കേൾക്കത്തില്ലേ? ഒരു നല്ല റിംഗിങ് സൗണ്ട് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇതിനെ ഉണ്ടാക്കുന്ന വാട്ടർ ക്ലോസറ്റ് ഇത് വെച്ച് എന്തൊക്കെ ഉണ്ടാക്കാം? സീവർ പൈപ്സ് ഉണ്ടാക്കാം, ഗള്ളി ട്രാപ്സ് ഉണ്ടാക്കാം, ആഷ് ബേസിൻസ് ഒക്കെ ഇത് വെച്ച് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് PSCക്ക് വാട്ടർ ക്ലോസറ്റ് ഏതാണ്? നമ്മളിപ്പം പറഞ്ഞു വാട്ടർ ക്ലോസറ്റ് ഉണ്ടാക്കാൻ ഇവനെ സ്റ്റോൺ വെയറിനെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ PSC ക്വസ്റ്റ്യനിൽ വാട്ടർ ക്ലോസറ്റിന് ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതാവുള്ളൂ? പോർസലൈനെ എഴുതാവുള്ളൂ. നമ്മൾ പോർസലൈനെ യൂസ് ചെയ്യും, സ്റ്റോൺ വെയർ യൂസ് ചെയ്യും. എങ്കിലും ആൻസർ PSC ക്വസ്റ്റ്യൻസ് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണം? വാട്ടർ ക്ലോസറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർസലൈനെ ആൻസർ ആയിട്ട് എഴുതാവുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്ത് നോക്കാവേ. ഇതാണ് പോർസലൈൻ. പോർസലൈൻ എന്ന് പറയുമ്പോൾ ഇവന്റെ ഒരു പ്രത്യേകത എന്താ? ഇത് വൈറ്റ് ആയിരിക്കും, തിൻ ആയിരിക്കും, ഓൾമോസ്റ്റ് ഒരു സെമി ട്രാൻസ്പെറന്റ്, ഒരു ഫൈൻ ആയിട്ടുള്ള എർത്തൻ വെയർ. ഓക്കെ, നമ്മൾ ഈ വേസുകളിലൊക്കെ, നമ്മൾ ചില സെറാമിക് വേസ് ഒക്കെ ഇതുപോലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഓക്കെ, അപ്പൊ അതിലൊക്കെ യൂസ് ചെയ്യുന്ന പോർസലൈൻ ആയിരിക്കും. അപ്പൊ ഈ പോർസലൈൻ ഇത്രയും വൈറ്റ്, തിന്ന്, ട്രാൻസ്പെറന്റ് ഒക്കെ ആയത് കാരണം അതിനെ നമുക്ക് എന്തൊരു പേരിലും വിളിക്കാം? വൈറ്റ് വെയർ എന്ന് വിളിക്കാം. ഓക്കെ, വേണമെങ്കിൽ ചോദിക്കാം വൈറ്റ് വെയറിന് അറിയപ്പെടുന്ന ഏതാന്ന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഇനി അടുത്ത എന്താ? ഇറ്റ് ഈസ് ഹൈ ഗ്രേഡ് സെറാമിക് ആണ്. ഓക്കെ, ഹൈ ഗ്രേഡ് സെറാമിക് വെയർ ആണ്. പിന്നെ ഇവൻ എന്താണ്? വാട്ടർ അബ്സോർപ്ഷൻ വളരെ കുറവാണ്, സീറോ വാട്ടർ അബ്സോർപ്ഷൻ ആണ്. അതിന്റെ സർഫസ് ഒക്കെ നല്ല ഗ്ലേസ്ഡ് ആയിരിക്കും. ഗ്ലേസിങ് എന്താന്ന് പറഞ്ഞില്ലേ? അതുപോലെ തിന്നായിട്ട് നല്ല ഗ്ലേസ് ഒക്കെ കൊടുത്ത് സർഫസുകളായിരിക്കും. ഓക്കെ, അപ്പൊ ഇവനെ നമുക്ക് എന്ത് ചെയ്യാം? വാട്ടർ ക്ലോസറ്റ്, സ്റ്റോറേജ് വെസല്, പിന്നെ റിയാക്ടർ ചേമ്പർ ഉണ്ടോ? കെമിക്കൽ റിയാക്ഷൻ ഒക്കെ നടക്കുന്ന റിയാക്ടർ ചേമ്പർ, പിന്നെ ക്രൂസിബിൾ, ഇത് ക്രൂസിബിൾ, ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യും. ഇതുപോലെ ക്രൂസിബിൾസ് ഒക്കെ നമ്മൾ അവനിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ഓക്കെ, ക്രൂസിബിൾസ് ഒക്കെ യൂസ് ചെയ്യാം. ഈ പോർസലൈൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇത് നമുക്ക് എന്താ, ഇത് വോൾട്ടേജ് എന്നൊക്കെ കാണുമ്പോൾ ഓർക്കേണ്ട ഈ ഭാഗത്തു നിന്ന് തന്നെ വരുന്നതാണോന്ന് ഓർക്കുമല്ലേ, ഇലക്ട്രിക്കൽ ടേംസ് ഒക്കെ. പക്ഷെ ഇതിന്റെ പേര് എങ്ങനെയാ പറയുന്നത് കേട്ടോ? ഹൈ വോൾട്ടേജ് പോർസലൈൻ, ലോ വോൾട്ടേജ് പോർസലൈൻ. ഓക്കെ, അങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഈ ഹൈ വോൾട്ടേജ് പോർസലിൻ ഉണ്ടാക്കുന്നത് വെറ്റ് പ്രോസസ് വഴിയാണ്. നമ്മൾ സിമെന്റിനും വെറ്റ് പ്രോസസ്സും ഡൈ പ്രോസസ്സും ഒക്കെ പഠിച്ചല്ലേ? ഓക്കെ, അതുപോലെ ഒരു വെറ്റ് പ്രോസസ് വഴിയാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഈ ഹൈ വോൾട്ടേജ് പോർസലിൻ ഉണ്ടാക്കുന്നത്. ഇനി ലോ വോൾട്ടേജ് പോർസലിൻ ആണെങ്കിലോ അത് ഡ്രൈ പ്രോസസ് വഴി ഉണ്ടാക്കുന്നത്. ഓർത്ത്, ഹൈ വോൾട്ടേജ് പോർസലിൻ ആണെങ്കിൽ വെറ്റ് പ്രോസസ് വഴിയാണ്, ലോ വോൾട്ടേജ് പോർസലിൻ ആണെങ്കിൽ എന്താണ്, നമ്മൾ ഡ്രൈ പ്രോസസ് വഴിയാണ് അതിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ടെറാക്കോട്ട. ഓക്കെ, ടെറാക്കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇറ്റാലിയൻ വേർഡ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഇറ്റാലിയൻ വേർഡ് ആണ്. ഈ ടെറ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലേ എന്ന് അർത്ഥം. ഓക്കെ, കോട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? ബേൺഡ്. ഓക്കെ, അപ്പൊ ടെറാക്കോട്ട എന്ന് പറയുമ്പോൾ എന്താണ്? ബേൺഡ് ക്ലേ, ക്ലേനെ ബേൺ ചെയ്തെടുത്ത്. ഓക്കെ, ഇനി മാനുഫാക്ചർ റിഫ്രാക്ടറി ക്ലേ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് എന്താണ്? ഒരു റിഫ്രാക്ടറി, ഏതെങ്കിലും ഒരു റിഫ്രാക്ടറിൽ ഒക്കെ, നമ്മൾ റിഫ്രാക്ടറി എന്ന് പറയുമ്പോൾ അറിയാലോ. അപ്പം എന്താണ്, നമ്മൾ അതിനെ എന്തെങ്കിലും ഒരു പ്രോസസ്സ് വഴി റിഫ്രാക്ടറി ആയിട്ട് എന്ത് ചെയ്യുക? ക്ലേ പ്രോഡക്റ്റിനെ മാനുഫാക്ചർ ചെയ്തെടുത്തേക്കുക. എർത്തിനെ എന്ത് ചെയ്യാം? ബേക്ക് ചെയ്തെടുക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെ എർത്തിനെ ബേക്ക് ചെയ്ത് റിഫ്രാക്ടറി ആക്കി എടുക്കുമ്പോൾ, റിഫ്രാക്ടറി എന്ന് പറഞ്ഞാൽ കേൾക്കണം, അതെന്താണ്? ഫയർ പ്രൂഫ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ, അപ്പൊ അവൻ എന്താകും? ഫയർ പ്രൂഫ് ആകും. പിന്നെ നമുക്ക് ഇവൻ ഈ ടെറാക്കോട്ട എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം? ഓർണമെന്റൽ പാർട്സ് ഓഫ് ബിൽഡിങ്ങിൽ യൂസ് ചെയ്യാം.
അപ്പം നമുക്ക് ഇവനെ ഓർണമെന്റൽ പാർട്സിലൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ടെറാക്കോട്ട നമ്മൾ പറഞ്ഞു എന്താ ബേക്ക്ഡ് ആണ് അല്ലെങ്കിൽ റിഫ്രാക്ടറി പ്രൊഡക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ ഇവനെ ബേൺ ചെയ്യുന്ന ടെമ്പറേച്ചർ ഏതാണ്? മഫിൾ ഫർണസിലാണ് ബേൺ ചെയ്യുന്നത്. 1200 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പം നമ്മളിവിടെ 2 ടെമ്പറേച്ചർ പഠിച്ചു. ഈ ടെമ്പറേച്ചറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഒരു ഷോർട്ട് നോട്ടായിട്ട് ഈ മെയിൻ തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചാൽ എക്സാമിന് മുമ്പ് കയറുമ്പോൾ നമുക്ക് നോക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത എന്താണ്? 2 ടൈപ്പ് ഉണ്ട്. ടെറാക്കോട്ട തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ടൈപ്സ് ഒക്കെ നമുക്ക് പഠിക്കാവേ. ഇനി നോക്കിയേ, ഈ ടെറാക്കോട്ട ഒക്കെ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? ആർച്ചുകൾ യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ കോർണിസ്. ഓക്കെ, നമ്മൾ കോർണിസിന്റെ കാര്യം പറഞ്ഞാണ്. കോർണിസിൽ യൂസ് ചെയ്യും. പിന്നെ എന്താണ്? കേസിംഗ് ഓഫ് സ്റ്റീൽ കോളം. സ്റ്റീൽ കോളത്തിന് കേസിംഗ് ആയിട്ട് യൂസ് ചെയ്യും. ബീമിന് കേസിംഗ് ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ ഒരു പോറസ് ടെറാക്കോട്ട എന്ന് പറഞ്ഞ സാധനമുണ്ട്. പോറസ് ടെറാക്കോട്ട എന്ന് പറയുമ്പോൾ ഈ സാധനം നമ്മൾ എന്തിനു യൂസ് ചെയ്യും? സൗണ്ട് ഇൻസുലേഷൻ യൂസ് ചെയ്യും. ഓക്കെ, നമ്മൾ ഇൻസുലേറ്റിംഗ് സ്റ്റുഡിയോകളിലോ ഒക്കെ അങ്ങനെ ഒരു ഇൻസുലേഷൻ വേണ്ട സ്ഥലത്ത്, സൗണ്ട് ഇൻസുലേഷൻ വേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ പോറസ് ടെറാക്കോട്ട യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ 2 ടൈപ്പ് ടെറാക്കോട്ട ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ആദ്യത്തെ എന്താണ്? പോളിഷ്ഡ് ടെറാക്കോട്ട. പോളിഷ്ഡ് ടെറാക്കോട്ട നോക്കി കണ്ടോ, നല്ല ഹൈലി പോളിഷ്ഡ് ആയിരിക്കും. ഹൈലി ഗ്ലേസ്ഡ് ആർക്കിടെക്ചറൽ ടെറാക്കോട്ട എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പോളിഷ്ഡ് ടെറാക്കോട്ടയ്ക്ക് ഡെഫിനിഷൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ടെറാക്കോട്ട എന്ന് പറയുമ്പോൾ ഇത് എന്തായിരിക്കും? ട്വൈസ് ബേൺഡ് ആയിരിക്കും. ഓക്കെ, ആ ബേൺ ചെയ്യുന്ന ടെമ്പറേച്ചർ എത്താണ്? 650 ഡിഗ്രി സെൽഷ്യസിൽ ഇത് ട്വൈസ് ബേൺഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ഫസ്റ്റ് ബേൺ ചെയ്യുമ്പോൾ നമുക്ക് ടെറാക്കോട്ട കിട്ടും. ഓക്കെ, ഫസ്റ്റ് ബേൺ ചെയ്യുമ്പോൾ നമുക്ക് ടെറാക്കോട്ട കിട്ടും. ഇനി എന്താണ്? അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലേസിംഗ് സൊല്യൂഷൻ എന്ത് ചെയ്യും? കോട്ട് ചെയ്യും. ഓക്കെ, പിന്നെ അതിന്റെ ഫയർ ചെയ്യും 1200 ഡിഗ്രി സെൽഷ്യസിൽ. ഓക്കെ, അപ്പൊ ഈ ഗ്ലേസിംഗ് സൊല്യൂഷൻ കോട്ട് ചെയ്ത് ഫയർ ചെയ്ത് 1200 ഡിഗ്രി സെൽഷ്യസ് ആക്കി നമുക്ക് കിട്ടുന്ന സാധനത്തിനാണ് നമ്മൾ ഫെയിൻസ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? FAIENC, ഈ ഫെയിൻസ്. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത എന്താണ്? ദ ഫസ്റ്റ് ബോണി ഓഫ് പോളിഷ്ഡ് ടെറാക്കോട്ട. നമ്മൾ ആദ്യത്തെ ബേൺ ചെയ്യുന്ന പറഞ്ഞില്ലേ, ആ ബേൺ ചെയ്യുന്നതിനാണ് ബിസ്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് 2 ടേം വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. നമ്മൾ ഒരു ഗ്ലേസ്ഡ് സൊല്യൂഷൻ 1200 ഡിഗ്രി സെൽഷ്യസിൽ ആഡ് ചെയ്യുന്ന അപ്പം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത്? ഫെയിൻസ്, പോളിഷ്ഡ് ടെറാക്കോട്ടയുടെ. അപ്പൊ ഇതിന് മുമ്പ് ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞു, ഇതിൽ ഫസ്റ്റ് ബേൺ ചെയ്യുമ്പോൾ നമുക്കൊരു ടെറാക്കോട്ട കിട്ടുമെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഫസ്റ്റ് ബേൺ ചെയ്യുന്ന ആ ടെറാക്കോട്ട കിട്ടുന്നതിന് നമുക്ക് ബിസ്കറ്റിംഗ് എന്ന് പറയുന്നത്. ബിസ്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? നമുക്ക് ഗ്ലൈസിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഫെയിൻസ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര ഓർത്തിരിക്കാമല്ലോ. ഇനി അടുത്തത് നോക്കിയേ. അടുത്തത് പോറസ് ടെറാക്കോട്ട. ഇപ്പൊ നമ്മൾ പഠിച്ച പോളിഷ്ഡ് ടെറാക്കോട്ട. അടുത്ത എന്താണ്? പോറസ് ടെറാക്കോട്ട. പോറസ് ടെറാക്കോട്ട എന്ന് പറയുമ്പോൾ ടെക്സ്ചർ എന്തായിരിക്കും? പോറസ് ആയിരിക്കും. ഓക്കെ, ഇനി പോറസ് ടെറാക്കോട്ട ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ യൂസ് ചെയ്യുന്നത്? നമ്മൾ സോഡസ്റ്റ്, ഗ്രാനുലേറ്റഡ് കോർക്ക്. സോഡസ്റ്റ് ഒക്കെ എന്താണെന്ന് അറിയാലോ അല്ലെ. നമ്മളെന്താ ഇത് മരത്തിന്റെ ഒക്കെ നമ്മൾ ഇത് ചീയെടുക്കത്തില്ലേ, ടിമ്പർ ഒക്കെ നമ്മൾ ചീയെടുക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ് സോഡസ്റ്റ്. ഓക്കെ, പിന്നെന്താണ്? ഗ്രാനുലേറ്റഡ് കോർക്ക്. കോർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കണ്ടില്ലേ, നമ്മൾ ഈ വൈൻ ബോട്ടിലൊക്കെ കണ്ടില്ലേ, അതിന്റെയൊക്കെ മേളിലത്തെ ആ സാധനം അതിനാണ് കോർക്ക് എന്ന് പറയുന്നത്. മെറ്റീരിയൽ ആ കോർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാനുലേറ്റഡ് കോർക്ക്, അതിനെ ഗ്രാനുലേറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ക്ലേയില് മൗൾഡിങ്ങിന് മുമ്പ് ആഡ് ചെയ്യും. അപ്പൊ ഈ പോറസ് ആകുമ്പോൾ ഇവൻ എന്നായിരിക്കും? വെയിറ്റ് കുറവായിരിക്കും അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവനെ സൗണ്ട് പ്രൂഫിനായിട്ട് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവന്റെ സ്ട്രെങ്ത് എന്താണ്? കുറവാണ്, പുവർ ആണ്. പക്ഷെ ഇത് എന്തായിരിക്കും? ഫയർ പ്രൂഫ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ഒക്കെ ഓർക്കാമല്ലോ. ഇനി അടുത്തത് ടൈൽസ്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു കുറച്ച് ടെറാക്കോട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പുതുതായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് വന്നാണ് ടൈൽസ് അല്ലെ. അപ്പോൾ ടൈൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ തിൻ സ്ലാബ് ഓഫ് ബ്രിക്ക് ബേൺഡ് ഇൻ കിൻ. നല്ല തിൻ സ്ലാബ് ആണ്. അതൊരു ടൈപ്പ് ഓഫ് ബ്രിക്ക് ആണ് അല്ലെ. അതെന്താണ്? കിന്നില് കിന്നില് ബേൺ ചെയ്തെടുത്തേക്കുക. ഓക്കെ, അപ്പം ഇതെന്ന് പറയുമ്പോൾ എന്താണ്? ഇൻകംബസ്റ്റിബിൾ ഇൻ നേച്ചർ ആണ്. കംബസ്റ്റിബിൾ ആണോ? അല്ല, അതൊരു ഇൻകംബസ്റ്റിബിൾ ആണ്. അപ്പൊ ഇവന്റെ ഈ ടൈൽസ് ഉണ്ടാക്കുന്ന 4 സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, മെയിൻ 4 സ്റ്റെപ്സ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രിപ്പറേഷൻ ഓഫ് ക്ലേ. ആദ്യം നമ്മൾ ആ ടൈൽസ് ഉണ്ടാക്കാനുള്ള ക്ലേ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ടൈൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്ര ടൈലും വരാം. നമ്മുടെ മാംഗ്ലൂർ ടൈൽ എന്നൊക്കെ പറഞ്ഞില്ലേ, നമ്മൾ ഫ്ലോർ ടൈല്, വോൾ ടൈല്, മാംഗ്ലൂർ ടൈല്, ഇതെല്ലാം ഈ ടൈലിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ടൈൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ക്ലേ പ്രിപ്പയർ ചെയ്യും. അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് അതിനെ പ്രിപ്പയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അവനെ മോൾഡ് ചെയ്തെടുക്കും. മോൾഡ് ചെയ്യുന്ന അറിയാമല്ലോ. നമ്മളൊരു മോൾഡ്, ഏത് മോൾഡ്, ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ ഷേപ്പ് ആണോ, അത് നമ്മുടെ ഒരു മാംഗ്ലൂർ ടൈലിന്റെ ഷേപ്പ് ആണോ, അല്ലെങ്കിൽ ഒരു എന്താണ് വേറെ എന്തെങ്കിലും ഒരു ഷേപ്പ് ആണോ, അങ്ങനെയൊക്കെ അവനെ മോൾഡ് ചെയ്തെടുക്കും. മോൾഡ് ചെയ്തെടുത്താൽ എന്ത് ചെയ്യും? ഡ്രൈ ചെയ്യും. ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ബേണിംഗ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വരുന്ന സ്റ്റെപ്സ്. ഓക്കെ, ഡ്രൈയിങ് എന്ന് പറയുമ്പോൾ എന്താ? ഡ്രൈയിങ് എന്ന് പറയുമ്പോൾ അതിന് എന്ത് വേണം? ഷെയ്ഡ് വേണം അല്ലേ. അപ്പോൾ ഒരു ഡ്രൈയിങ് ചെയ്യാൻ വേണ്ടി ഒരു ഷെയ്ഡ് വേണം.
ബേണിംഗ് ഓഫ് ടൈൽ എവിടാ ചെയ്യുന്നത്? സിയാൽകോട്ട് കിൻ 1300 ഡിഗ്രി സെൽഷ്യസിൽ. നമ്മൾ കുറെ കിൻ പഠിച്ചു, ഹോഫ്മാൻസ് കിൻ ഒത്തിരി കിൻ പഠിച്ചു അല്ലെ, ട്രെഞ്ച് കിൻ ഒക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പം ടൈല് ബേൺ ചെയ്യുന്ന ഏത് കിന്നാണ്? അപ്പോൾ ഓർത്തോണം, രണ്ടിനകത്ത് ഒരു എല്ലുണ്ട്, സിയാൽകോട്ടിന് ഒരു എല്ലുണ്ട്, ടൈലിന് ഒരു എല്ലുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് അത് കണക്ട് ചെയ്ത് പഠിച്ചോണേ. ബേണിംഗ് ഓഫ് ടൈൽ ഇസ് ഡൺ ഇൻ സിയാൽകോട്ട് കിന്ന്, ടെമ്പറേച്ചർ 1300 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഈ സിയാൽകോട്ട് കിൻ എന്ന് പറയുമ്പോൾ അവന്റെ എഫിഷ്യൻസി എത്രയാണ്? 30,000 to 40,000 ടൈൽ പെർ അവർ. ഒരു അവറിൽ 30,000 to 40,000 ടൈൽ ഇവൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ സിമെന്റിന്റെ കിന്ന ഏതാ ഒന്ന് ആലോചിച്ചു എനിക്ക്. റോട്ടറി കിന്നാണ്. ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ആഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. സിമെന്റിന്റെ കിന്നിന് റോട്ടറി കിൻ എന്ന് പറയുന്നത്. ബ്രിക്ക് നമ്മൾ എവിടെ ആയിരുന്നു? ഹോഫ്മാൻ കിന്ന്, ടണൽ കിന്ന്, ബുൾട്രിഞ്ച് കിന്ന്, അങ്ങനെ 3-4 ടൈപ്പ് കിൻ ഉണ്ടായിരുന്നു അല്ലേ. ഇനി ടെറാക്കോട്ട ആണെങ്കിൽ എവിടെ ഉണ്ടാക്കുന്നത്? മഫിൾ ഫർണസിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് എഴുതി വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കിന്നുകള് അതിന്റെ അത് മാറിപ്പോകുന്ന ഇവിടെ ഇതൊന്ന് ഷോർട്ട് ആയിട്ട് എഴുതി വെക്കുക. ഓക്കെ, ഇപ്പൊ ടൈലിന്റെ ഓർക്കാമല്ലോ, സിയാൽകോട്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈപ്സ് ഓഫ് ടൈൽസ് ആണ്. ഓക്കെ, ടൈപ്സ് ഓഫ് ടൈൽസിനെ തന്നെ നമ്മൾ കോമൺ ടൈൽസ് എന്നും എൻകോസ്റ്റിക് ടൈൽസ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ കോമൺ ടൈൽ എന്ന് പറയുമ്പോൾ ഇതിനെ എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? റൂഫിംഗ് മെറ്റീരിയൽ ആയിട്ട് ടൈൽസിനെ യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത എന്താണ്? ഫ്ലോറിംഗ് മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ റൂഫ് ടൈൽസ് എന്ന് പറയുമ്പോൾ തന്നെ അതിനെ നമുക്ക് പിച്ചഡ് റൂഫ് ടൈൽ എന്ന് പറയും. പിച്ചഡ് എന്ന് പറയുമ്പോൾ എന്താ, ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ഇരുന്ന റൂഫിനാണ് പിച്ചഡ് റൂഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ റൂഫ് ടൈലിനെ തന്നെ പിച്ചഡ് റൂഫ് ടൈൽ എന്ന് പറഞ്ഞിട്ട് തിരിക്കാം. ഓക്കെ, അപ്പൊ ഇനി 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഈ എന്താണ് ടൈൽസ്, കോമൺ ടൈൽസ് 3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ഒന്നാമത്തത് റൂഫ് ടൈല്. ഓക്കെ, റൂഫ് ടൈല്, അതിനെ പറ്റി നമ്മൾ കുറച്ച് ക്ലാസിഫിക്കേഷൻ അത് പറഞ്ഞു തരാവേ. പിന്നെ വേറൊന്നാണ് ഡ്രെയിൻ ടൈല്. കണ്ടോ, ഡ്രെയിൻ ടൈല് കണ്ടോ, ഞാൻ ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡ്രെയിൻ ടൈല്. കണ്ടോ, അപ്പൊ ഈ ഡ്രെയിൻ ടൈൽ എന്ന് പറയുമ്പോഴത്തേന് എന്താണ്, അതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുമ്പോൾ അതിനൊരു പോറസ് ടെക്സ്ചർ ആയിരിക്കും. ഓക്കെ, പിന്നെ അവൻ സെഗ്മെന്റഡ് ആയിരിക്കും, സർക്കുലർ അല്ലെങ്കിൽ സെമി സർക്കുലർ ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇറിഗേഷൻ വാട്ടറിനെ കൺവേ ചെയ്യുക, ഡ്രെയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സർക്കുലറോ സെമി സർക്കുലറോ ഒക്കെ ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഇറിഗേഷൻ വാട്ടർ, ഇവിടുന്ന് വെള്ളം, ഇറിഗേഷൻ വരുന്ന വെള്ളത്തെയൊക്കെ എന്ത് ചെയ്യുക, കൺവേ ചെയ്യുക. പിന്നെ എന്താണ്, പിന്നെ നമുക്ക് വാട്ടർ ലോക്ഡ് ഏരിയാസിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്താണ് ഫ്ലോർ ടൈൽ. ഫ്ലോർ ടൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സ്ലൈഡിൽ കണ്ടില്ലേ, സ്ക്വയറോ ഹെക്സഗണലോ ഒക്കെ ഷേപ്പ് വരാം. അതിന്റെ തിക്നെസ് എന്ന് പറയുമ്പോൾ 12 to 15 mm വരെ വരാം. പിന്നെ ഈ ഫ്ലോറിൽ നമ്മൾ കൊടുക്കുമ്പോൾ എന്താ, നല്ല ഗ്ലേസിംഗ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കണം അല്ലേ. അപ്പൊ ഇവൻ എന്ത് ചെയ്യണം? വിയർ ആൻഡ് ടിയറിനെ റെസിസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവനെ നമുക്ക് പേവിംഗ് ടൈൽസ് എന്നും പറയാൻ പറ്റും. ഓക്കെ, പിന്നെ എൻകോസ്റ്റിക് ടൈൽ നമ്മൾ പറഞ്ഞില്ലേ, അതിനെപ്പറ്റി ഫോട്ടോ കാണിക്കാം. ഇത് നമ്മൾ എൻകോസ്റ്റിക് ടൈൽ എന്ന് പറഞ്ഞാൽ കോമൺ ടൈൽ അല്ല, അത് ഡെക്കറേറ്റീവ് പർപ്പസ് മാത്രം. ഓക്കെ, ഡെക്കറേറ്റീവ് പർപ്പസിന് മാത്രം യൂസ് ചെയ്യുന്നതാണ് എന്ത്, എൻകോസ്റ്റിക് ടൈൽസ്. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ വരാം വേണമെങ്കിൽ, ഡെക്കറേറ്റീവ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ടൈൽസിന്റെ പേരെന്താ, അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരാം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയാൽ റൂഫ് ടൈൽസ്. റൂഫ് ടൈൽസിനെ തന്നെ കുറച്ചായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ എന്താണെന്നുണ്ടോ, അലഹബാദ് ടൈൽസ്. ഓക്കെ, അലഹബാദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു സ്ഥലം അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അവിടുന്ന് ഒറിജിനേറ്റ് ചെയ്തുകൊണ്ടാണ് അതിന് അലഹബാദ് ടൈൽസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവന് നമുക്ക് ഇറ്റാലിയൻ ടൈൽസ് എന്ന് ഒരു പേരുണ്ട്. ഓക്കെ, അപ്പം ഈ അലഹബാദ് ടൈൽസ് എന്ന് പറയുമ്പോൾ ഇതാണ് സാധനം. അപ്പൊ ഇതിന് 2 സെറ്റ്സ് ഓഫ് ടൈലാണ്. ഓക്കെ, അപ്പോൾ ഇതിനെന്ന് പറയുമ്പോൾ ഒരു അണ്ടർ ടൈലും കാണും, ഒരു ഓവർ ടൈലും കാണും. ഈ അണ്ടർ ടൈലിന് നമുക്ക് ലോവർ ടൈൽ എന്ന് പറയാം. ആ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതൊരു ഫ്ലാറ്റ് ആയിരിക്കും. അടുത്തത് ഓവർ ടൈൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അപ്പർ ടൈൽ എന്ന് പറഞ്ഞാൽ ഇതാ സാധനമേ, അതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു ഹാഫ് റൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഹാവിങ് 2 ഫ്ലാറ്റ് ലെഗ്സ് വിത്ത് എ ഹാഫ് റൗണ്ടഡ് ടോപ്പ്. ഇപ്പൊ ഈ സിംഗിൾ ലെഗും വരാം, അല്ലെങ്കിൽ ഇവിടെയൊക്കെ 2 ലെഗും വരാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതും ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇത്ര ഫിഗർ കിട്ടിയത് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിത് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പം 2 ഫ്ലാറ്റ് ലെഗ്സ്, ഹാഫ് റൗണ്ടഡ് ടോപ്പ്, ടേപ്പറിംഗ് ഫ്രം 30 സെന്റിമീറ്റർ ടു 25 സെന്റിമീറ്റർ ഡയ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇത് കണ്ടോ, ഒരു ടേപ്പറിങ് അല്ലേ. അപ്പൊ ഒരു 25 സെന്റിമീറ്റർ ഡയ തൊട്ട് 30 വരെ ഇങ്ങനെ ഒരു ടേപ്പറിംഗ് ആയിട്ടായിരിക്കും എന്തിരിക്കുക, അതിന്റെ ടോപ്പ് ഇരിക്കുക. ഇനി അടുത്ത നോക്കിയേ, കൊറിഗേറ്റഡ് ടൈൽ. കൊറിഗേഷൻസ് പറഞ്ഞാൽ എന്താ, ഇങ്ങനെയൊക്കെ ഉള്ളതിനാണ് നമ്മൾ കൊറിഗേഷൻസ് പറയുന്നത് അല്ലേ. കൊറിഗേറ്റഡ് ടൈൽസിൽ എന്ത് കാണും, കൊറിഗേഷൻസ് കാണും. ഓക്കെ, അപ്പൊ ഈ കൊറിഗേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവൻ എന്താണ് ഒരു പ്രത്യേകത, ഡ്രെയിനേജ് ഓഫ് റെയിൻ വാട്ടർ. നമ്മളിപ്പോൾ ഇത്രയും ഓടൊക്കെ, ഈ നല്ല കൊറിഗേഷൻസ് ഉള്ള ഓടൊക്കെ നമ്മൾ റൂഫിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റെയിൻ വാട്ടർ പെട്ടെന്ന് ആ ചാനൽ പോലെ എടുത്തൊന്ന് ഒഴുകി അങ്ങ് പോകും. ഓക്കെ, അപ്പൊ അതാണ് ഈ കൊറിഗേറ്റഡ് ടൈൽസിന്റെ ഒരു അഡ്വാൻറ്റേജ്. അടുത്തത് നോക്കിയേ, അടുത്ത് ഈ കാണിച്ചേക്കുന്നതാണ് ഫ്ലാറ്റ് ടൈൽ. ഫ്ലാറ്റ് ടൈൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് ഓൾമോസ്റ്റ് റെക്ടാംഗുലർ ആയിരിക്കും. അവന് യൂണിഫോം ഷേപ്പും സൈസും ഒക്കെ ആയിരിക്കും. പിന്നെന്താണ്, കംപ്രസീവ് സ്ട്രെങ്ത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ അറൌണ്ട് 75 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ എന്താണ്, ഒരു സെന്റിമീറ്റർ സ്ക്വയറിൽ 75 കിലോഗ്രാം വരെ വെയിറ്റ് വരാം.
ഓക്കെ, അപ്പൊ അറൗണ്ട് 75 കിലോഗ്രാം വരെ ഓടിന് മേളിൽ കയറുന്ന ഒരാളെ അവൻ താങ്ങി നിർത്തണം, ഒരാൾ മേളിൽ കയറിയണം പൊട്ടിപ്പോയല്ലോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അറൗണ്ട് ഒരു 75 വരെ ഇവൻ എന്ത് ചെയ്യാൻ പറ്റും, താങ്ങാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത അടുത്ത എന്താണ്, ഫ്ലെമിഷ് ടൈൽ. ഫ്ലെമിഷ് ടൈൽ എന്ന് പറയുമ്പോൾ കണ്ടോ, ഇതൊരു എസ് ഷേപ്ഡ് ആണ്. അതായത് ഇങ്ങനെയല്ലേ ഒരു എസ് ഷേപ്പ്, നമ്മൾ വേണ്ട എന്താണ് പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഒക്കെ വരയ്ക്കത്തില്ലേ, അതുപോലെ ഒരു എസ് ഷേപ്പ്, ലോങ് എസ് ഷേപ്പ് ആണ് ആര്, നമ്മുടെ ഫ്ലെമിഷ് ടൈൽ. ഓക്കെ, ഇനി അടുത്ത എന്താ, ഇത് നമ്മൾ എന്തിന് യൂസ് ചെയ്യും, ഷെഡ് കവറിങ് ആയിട്ടൊക്കെ യൂസ് ചെയ്യും. ഇനി അടുത്ത് നോക്കി, ഗുണ ടൈല്. ഗുണ ടൈൽ എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഗുണ ടൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പോട്ട് പോലും നമ്മൾ ഈ ചെടിച്ചട്ടികളൊക്കെ ഇല്ലേ, പണ്ടത്തെ ഈ ഡിസൈൻ ഒന്നും ഇല്ലാത്ത ചെടിച്ചട്ടി കണ്ടോ, അതുപോലൊക്കെ ഇരിക്കും. പക്ഷെ ഇതെന്താണ്, കോണിക്കലാണ്. എന്താണ് ഇവന്, കോണിക്കലാണ്, ഹോളോ ആണ്. ഗുണ കോണിക്കൽ ഹോളോ, അങ്ങനെ കണക്ട് ചെയ്യാലോ. ഗുണ കോണിക്കൽ ഹോളോ, അതൊരു ടേപ്പേർഡ് ആയിരിക്കും അല്ലെ. നമ്മൾ മുമ്പ് ഒരു ടൈൽ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇവനും എന്തായിരിക്കും, ടേപ്പേർഡ് ആയിരിക്കും. ഒരെണ്ണിൽ ഒരു ഡയമീറ്റർ, വേറൊന്നില് വേറെ ഡയമീറ്റർ. ബോർഡർ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു 10 സെന്റിമീറ്ററും നാരോവർ ഉണ്ടെന്ന് പറയുമ്പോൾ 7.5 സെന്റിമീറ്ററും വരുന്ന ഒരു കോണിക്കൽ ഷേപ്ഡ് ഫ്രസ്റ്റം ഓഫ് കോൺ പോലെ ഇരിക്കുന്ന സ്റ്റൈലാണ് എന്ത്, ഗുണ ടൈല്. അടുത്തത് നമ്മൾ പഠിക്കാനുള്ളത് നമുക്ക് മാംഗ്ലൂർ ടൈല്, പാൻ ടൈല്, പോ ടൈല്. ഓക്കെ, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ ഈ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇതാണ് മാംഗ്ലൂർ ടൈല്. ഓക്കെ, പാൻ ടൈലും പോ ടൈലും പറയാവേ. ഓക്കെ, ഇനി നമ്മൾ മാംഗ്ലൂർ ടൈൽസ് എന്ന് പറയാം. അപ്പൊ മാംഗ്ലൂർ ടൈൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഓടൊക്കെ ഇട്ട വീടൊക്കെ ഉണ്ട് നമുക്ക് പണ്ട്. ഇപ്പോഴല്ലേ എല്ലാവർക്കും കോൺക്രീറ്റ് ഒക്കെ ചെയ്തത്. അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഓടിന്റെ മേളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ടൈലാണ് എന്ത്, മാംഗ്ലൂർ ടൈൽ. അതിപ്പോ കണ്ടിട്ടുണ്ടോ, ഒരു പ്രത്യേക ഒരു ഷേപ്പ് അതിന്റെ, ഇങ്ങനെയൊക്കെ ഒരു ഷേപ്പ് അതിന്റെ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി ഒരു ലോക്ക് ഒക്കെ ഉണ്ട്. ഇതിന്റെ മേളിലാണ് അടുത്ത ടൈൽ പ്ലേസ് ചെയ്യുന്നത്. ഞാൻ ഈ വരയ്ക്കുന്ന പോലെയല്ല, വേറൊരു ഷേപ്പ്, നിങ്ങളുടെ അടുത്ത ക്രോസ് സെക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിനാണ് മാംഗ്ലൂർ ടൈൽസ് എന്ന് പറയുന്നത്. ഇനി മാംഗ്ലൂർ ടൈൽസിന്റെ IS കോഡ് മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. IS കോഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തോണം, 654/1992. ഇപ്പൊ 1992 ഓർക്കാലോ, എന്താണ് കുറച്ച് പഴയ വർഷം, ഇപ്പോഴത്തെ വർഷം ഒന്നുമില്ല, കുറച്ച് നാൾ മുമ്പ് അല്ലെ. ഇപ്പൊ 1992 അറൌണ്ട് 30 years ബാക്ക് ആണ് 1992. പിന്നെ എന്താണ് 654 ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു ഓർഡർ. അപ്പൊ അത് ഓർക്കാലോ മാംഗ്ലൂർ ടൈൽസിന്റെ. ഇനി 1 മീറ്റർ സ്ക്വയറിൽ എത്ര മാംഗ്ലൂർ ടൈൽസ് വരാം എന്നൊരു ക്വസ്റ്റ്യൻ വേണം ചോദിക്കാം. അറൌണ്ട് ഒരു 1 മീറ്റർ സ്ക്വയറിൽ നമ്മൾ 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ 16 മാംഗ്ലൂർ ടൈൽസ് കൊടുക്കണം. ഓക്കെ, എന്താണ് ഒരു മീറ്റർ സ്ക്വയർ ഏരിയയിൽ എത്ര മാംഗ്ലൂർ ടൈൽസ് കൊടുക്കണം, അറൌണ്ട് ഒരു 16 മാംഗ്ലൂർ ടൈൽസ് കൊടുക്കണം. അപ്പൊ പിന്നെ നമുക്ക് ഇവന്റെ ലെങ്തും വിഡ്ത്തും വേരിങ് ആയിട്ട് വരാം. ഓക്കെ, നമുക്ക് ഇവന്റെ ലെങ്ത് 320 mm 210 mm ലെങ്തിൽ വരാം. ഓക്കെ, വിഡ്ത്ത് 210 mm വരാം, 340 215 വരാം, 350 220 വരാം. ഇങ്ങനെ 3 സൈസിൽ ഇവന് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, മേജർ ആയിട്ട് 3 സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഈ 10 മീറ്റർ സ്ക്വയർ ഏരിയ വരുമ്പോൾ നമ്മൾ പറഞ്ഞു 320 210 ആണെങ്കിൽ എത്ര എണ്ണം വരണം, 10 മീറ്റർ സ്ക്വയറിലാണ് വന്നേക്കുന്നത്. ഇപ്പൊ ഇത് നമ്മൾ പറഞ്ഞ 1 മീറ്റർ സ്ക്വയർ. അപ്പൊ 10 മീറ്റർ സ്ക്വയർ ആകുമ്പോൾ എന്ത് ചെയ്യണം, ഇവനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 160 നമ്പേഴ്സ്. ഓക്കെ, 340 mm by 215 mm ടൈലാണെങ്കിലോ അറൌണ്ട് ഒരു 145 നമ്പേഴ്സ്. ഓക്കെ, ഇനി ഇത് എനിക്ക് കിട്ടിയില്ല കേട്ടോ, എത്ര നമ്പേഴ്സ് ആണ് അങ്ങനെ ചോദിച്ചും കണ്ടിട്ടില്ല. മെയിൻലി ചോദിച്ചിട്ടുള്ള ഇതാ ചോദിച്ചു കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ നോക്കിയേ, ഇനി അടുത്തത് മാക്സിമം വാട്ടർ അബ്സോർപ്ഷൻ. അപ്പൊ ഈ ടൈലിന്റെ വാട്ടർ അബ്സോർപ്ഷൻ എത്ര ആയിരിക്കും എന്ന്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇവനെ തന്നെ ക്ലാസ് എ ക്ലാസ് എ എന്ന് 2 ക്ലാസിഫിക്കേഷൻ ആയിട്ട് തിരിക്കാം. ഓക്കെ, അപ്പം ക്ലാസ് എ എന്ന് പറയുമ്പോൾ എന്താണ്, വാട്ടർ അബ്സോർപ്ഷൻ 19% ഉള്ളൂ, കുറവാണ്. ഓക്കെ, അതാണ് ക്ലാസ് എയിൽ വരുന്നത്. ക്ലാസ് എ എന്ന് പറയുമ്പോഴോ കുറച്ചുകൂടെ വാട്ടർ അബ്സോർബ് ചെയ്യും, അറൌണ്ട് ഒരു 5% കൂടെ കൂടുതൽ, എത്ര 24% വരെ അവന് വാട്ടർ അബ്സോർബ് ചെയ്യാൻ പറ്റും. പിന്നെ ബ്രേക്കിംഗ് ലോഡ് നോക്കി, ഇവന്റെ മിനിമം ആവറേജ് ബ്രേക്കിംഗ് ലോഡ് 1 കിലോന്യൂട്ടൺ ആണ്. അല്ലെങ്കിൽ മിനിമം ആവറേജ് 1 കിലോന്യൂട്ടൺ ആണ്, മിനിമം ഇൻഡിവിജ്വൽ ബ്രേക്കിംഗ് ലോഡ് എന്ന് പറയുന്നത് എന്താണ് 0.89 ആണ്. ആവറേജ് 1, ഇൻഡിവിജ്വൽ ബ്രേക്കിംഗ് ലോഡ് 0.89. ഇനി ക്ലാസ് എ ആണെങ്കിലോ ആവറേജ് കുറച്ചുകൂടെ കുറവാണ് അല്ലേ, ഇവനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കുറവാണ്, 0.8 ഉള്ളൂ. ഇനി അടുത്ത എന്താണ് മിനിമം ആണെങ്കിലോ 0.67 കിലോന്യൂട്ടൺ. ഓക്കെ, അപ്പൊ അത്ര ഓർത്തിരിക്കാലോ. ഇനിയും ഇതാ നമ്മുടെ IS 654/1992, അത് ക്ലിയർ റൂഫിംഗ് ടൈൽസ്, മാംഗ്ലൂർ ടൈൽ പാറ്റേൺ, അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാം കേട്ടോ. ഇനി അടുത്ത പാൻ ടൈൽ. പാൻ ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ഹീവിംഗ് ടൈൽസ് ആയിരിക്കും എന്ത്, പാൻ ടൈൽ. ഓക്കെ, ഒരു ഷോർട്ട് ആയിട്ട് ഒരു ഹീവിംഗ് വരുന്ന ടൈൽസ് ആയിരിക്കും എന്ത്, പാൻ ടൈൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ മാംഗ്ലൂർ ടൈൽസിനെ പറ്റി പറഞ്ഞല്ലേ. മാംഗ്ലൂർ ടൈൽസിന്റെ നേറ്റീവ് പ്ലേസ് ഏതാണ്, മാംഗ്ലൂർ, കർണാടകയിലുള്ള മംഗലാപുരം. മാംഗ്ലൂർ ആണ് ഇന്ത്യയിലെ മാംഗ്ലൂർ ടൈൽസിന്റെ നേറ്റീവ് പ്ലേസ്. അതെന്താണ്, ഒരു ബേൺഡ് ക്ലേ ടൈൽ ആണെന്ന് പറയും. ചിലപ്പോൾ കുറെ ടൈൽ വന്നിട്ട് ചോദിക്കും ഇതിനകത്ത് ബേൺഡ് ക്ലേ ടൈൽ ഏതാണ്, അങ്ങനെയാണ് ചോദിക്കുക. അപ്പൊ മാംഗ്ലൂർ ടൈൽ എന്ന് പറയുന്നത്.
ഇനി ഇതിനൊരു യുണീക്ക് സൈസും ഷേപ്പും ഉണ്ട് നോക്കിയേ. ഉണ്ട് ഇങ്ങനെ ഷേപ്പ്. അപ്പൊ ഈ ഒരു ഷേപ്പ് ഇത് ലോക്കിങ് വരും. അതിനിടയിൽ വെള്ളം ഒന്നും പോകാതിരിക്കാൻ ഒരു പ്രത്യേക ലോക്കിങ്ങിലും ഒക്കെയാണ് ഇതിന്റെ ഒരു സൈസ് ഷേപ്പും വരുന്നത്. പിന്നെ ഇതിന് എന്നാണ് റെസിസ്റ്റന്റ് ടു ഡാമേജ് ഫ്രം ഫയർ. ഓക്കെ, അപ്പൊ എന്താണ് ഇവനൊരു ഫയർ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ അടുത്തത് മൊസൈക്ക് ടൈൽ. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ടൈൽസ് ഒക്കെ വരുന്നതിന് മുമ്പ് ഇട്ടുകൊണ്ടിരുന്ന ഒരു സാധനമാണ്, ഈ മാർബിൾ വരുന്നതിന് മുമ്പ് ഇട്ടുകൊണ്ടിരുന്ന ഒരു സാധനമാണ് മൊസൈക്ക്. കുറച്ചുകൂടെ പഴയ വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും കാണാം. മൊസൈക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താ, ചെറിയൊരു ഗ്ലാസ് ചിപ്സ് അല്ലെങ്കിൽ സെറാമിക് അല്ലെങ്കിൽ പോർസലൈൻ ചിപ്സ് ഒക്കെ ഒരു പ്രത്യേകതരം മെറ്റീരിയൽ ഇൻക്ലൂഡ് എംബഡ് ചെയ്തേക്കുന്നവരായിരിക്കും. അപ്പൊ അതിന്റെ മൊസൈക്കിന്റെ ടൈൽസ് ഉണ്ട്. ഓക്കെ, അപ്പൊ മൊസൈക് ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്ലാസ്, സെറാമിക്, പോർസലൈൻ, സ്റ്റോൺസ് ആർ യൂസ്ഡ് ഇൻ ഇറ്റ്. ഓക്കെ, ഈ മൊസൈക് ടൈൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ടൈൽസിന്റെ മെറ്റീരിയലിന്റെ ക്ലേയുടെ കൂടെ ഗ്ലാസ്, സെറാമിക് അല്ലെങ്കിൽ പോർസലൈൻ, സ്റ്റോൺസ് ഒക്കെ നമ്മൾ അതിൽ യൂസ് ചെയ്യും. ഈ മൊസൈക് ടൈൽസ് മെയിൻലി നമ്മൾ എവിടെയാണ്, ഫ്ലോർസിലാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അടുത്ത് എന്താ, സ്ലേറ്റ് ടൈൽ. ഈ സ്ലേറ്റ് ടൈൽ എന്ന് പറയുമ്പോഴേ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അതിന് തടപ്പക്കൽ എന്ന് പറയും. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുന്ന അറിയത്തില്ല, തടപ്പക്കൽ എന്ന് പറയും. നമ്മൾ ഈ ചില പണ്ടത്തെ ഈ ഇതില്ലേ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ ഈ ഒരുമാതിരി ബ്ലാക്ക് കളറിൽ ഇച്ചിരി പഴയതാ, അന്നൊക്കെ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ചിലർ യൂസ് ചെയ്യുന്നതെന്നു വെച്ചാൽ നമ്മുടെ ഷെൽഫില്ലേ, നമ്മുടെ ഷെൽഫിലൊക്കെ നമ്മളിപ്പം കോൺക്രീറ്റ് ചെയ്തിട്ട് നമ്മൾ സ്ലാബ് പോലെ ചെറിയ സ്ലാബ് പോലെ കാസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ പണ്ട് ഈ തടപ്പക്കൽ പോലെ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ഈ ഷെൽഫൊക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സാധനം. പിന്നെ ഇപ്പൊ ഇതെന്തെന്ന് പറഞ്ഞാൽ ഇതൊരു നാച്ചുറൽ സ്റ്റോൺ ആണ്. ഈ സാൻഡൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ സ്റ്റോൺ ആണ്, നമ്മൾ ക്ലേയിൽ നിന്ന് ഉണ്ടാക്കി എടുക്കുന്നതല്ല. ഓക്കെ, അപ്പം ക്ലേ പ്രൊഡക്ട്സിൽ വരത്തില്ല. പിന്നെ ഈ ടൈലിൽ വരുന്നതാണ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ക്ലേ പ്രൊഡക്ട്സിൽ വരുന്ന കാര്യമല്ല, പക്ഷെ ടൈൽസിനകത്ത് ഇങ്ങനെ രണ്ട് മെറ്റീരിയലൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സ്ലൈഡിൽ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ ഈ സ്ലേറ്റ് ടൈൽ എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ സ്റ്റോൺ ആണ്, അത് ക്വാറിഡ് ആയിരിക്കും. ഓക്കെ, അതിന്റെ ഗ്രെയിൻസ് ഒക്കെ ഫൈൻ ഗ്രെയിൻഡ് ആയിരിക്കും, നല്ല ഹോമോജീനിയസ് ആയിരിക്കും. അതെന്ന് പറയുന്ന ഒരു മെറ്റമോർഫിക് റോക്കിനെ നമ്മൾ ക്വാറി ചെയ്ത് അതേ സൈസിൽ കട്ട് ചെയ്തൊക്കെ കിട്ടുന്നതാണ് എന്ത്, സ്ലേറ്റ് ടൈൽ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള സാധനമാണ് എന്ത്, കോൺക്രീറ്റ് ടൈൽ. കുറച്ച് നാളായി എങ്കിലും ഒരു 10 വർഷത്തോളമായി കോൺക്രീറ്റ് ടൈൽസ് ഒക്കെ വന്നിട്ടെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ഈ മനോരമയുടെ ഒക്കെ ഈ പാർപ്പിടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇടയ്ക്ക് ഈ ഒരു ഇതുണ്ട്, എക്സിബിഷൻ പോലെ അവിടെയൊക്കെ പോയി കാണാം. നല്ല വേറെ ഓരോരോ മെറ്റീരിയൽ, നല്ല പുതിയ പുതിയ മെറ്റീരിയൽസ് ഒക്കെ ഓരോരുത്തരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെ അവിടെ വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഈ കോൺക്രീറ്റ് ടൈൽ കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ കോൺക്രീറ്റ് ടൈൽ എന്ന് പറയുമ്പോൾ ഇത് എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയെന്ന്, കോൺക്രീറ്റിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നല്ലേ. അപ്പൊ കോൺക്രീറ്റിൽ നിന്ന് ഉണ്ടാക്കിയപ്പോൾ ഇവൻ എന്താണ്, നല്ല ഡ്യൂറബിൾ ആണ്. ഓക്കെ, ഹൈലി ഡ്യൂറബിൾ ആണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാണ്, അത്യാവശ്യം ഹെവിയാണ്. നല്ല ഹെവിയാന്ന് പറഞ്ഞാൽ എന്താ, അവന് നല്ല ലോഡ് താങ്ങാനും പറ്റും. പിന്നെ അതേപോലെ സമയം എന്ത് ചെയ്യും, ഇൻക്രീസ് ദ ഡെഡ് ലോഡ് ഓൺ സ്ട്രക്ചർ. ഈ ക്ലേ ടൈൽ വരുന്നതിനെക്കാട്ടും ഒരു കോൺക്രീറ്റ് ടൈൽ കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രക്ചറിൽ വരുന്ന ഡെഡ് ലോഡ് കൂടും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഓർത്തിരിക്കാമല്ലോ. ഇനി നമ്മൾ പറഞ്ഞ ലാസ്റ്റ് ടൈപ്പ് എൻകോസ്റ്റിക് ടൈൽ. എൻകോസ്റ്റിക് ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എന്തിനു യൂസ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞ ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ടൈലാണ് എന്ത്, എൻകോസ്റ്റിക് ടൈല്. ഈ എൻകോസ്റ്റിക് ടൈലിന് 3 പാർട്സ് ഉണ്ട്. അപ്പം ഒന്നാമത്തെ പാർട്ട് അതിന്റെ ബോഡി. ഓക്കെ, ബോഡി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കോഴ്സർ ക്ലേ കൊണ്ടായിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം ബോഡി എന്ന് പറയുമ്പോൾ ഒരു സെൻട്രൽ പാർട്ട് ആയിരിക്കും. അതിന്റെ ഒരു കോഴ്സർ ക്ലേ കൊണ്ടായിട്ടാണ് എന്ത്, ഈ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത് എന്താണ്, ഫേസ്. ഫേസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫേസിങ് സൈഡ് അതൊരു 6mm. ഓക്കെ, അറൗണ്ട് ഒരു 6mm ആയിരിക്കും. ഇതൊരു 6mm ആയിരിക്കും. ആ 6mm കോട്ട് ഓഫ് ഫൈൻ ക്ലേ ആൻഡ് കളറിംഗ് മെറ്റീരിയൽ. ഓക്കെ, ഇവിടെ ഫൈൻ ക്ലേയും കളറിംഗ് മെറ്റീരിയലും ആണ് ഈ ഫേസിൽ യൂസ് ചെയ്യുക. പിന്നെ അതിന്റെ ബാക്ക് സൈഡ്. ഓക്കെ, നമ്മൾ ഇത് ഫേസിങ്, ഇതിന്റെ ബാക്ക് സൈഡ് നമ്മൾ താഴെ ആ തറയിൽ ഫിക്സ് ചെയ്യുന്ന സ്ഥലം. ഓക്കെ, അപ്പം ബാക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, തിൻ കോട്ട് ഓഫ് ക്ലേ. ഇവിടെ ഒരു തിൻ കോട്ട് ഓഫ് ക്ലേ കൊടുക്കും. എന്തിനാ ബാക്കിലും ക്ലേ കൊടുക്കുന്നത്, പ്രിവെന്റ് വാർപ്പിംഗ് ഓഫ് ടൈൽ. ഈ ടൈൽ വാർപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിലും ഒരു ക്ലേയുടെ കോട്ടിങ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഹാഫ് റൗണ്ട് കൺട്രി ടൈൽ, സ്പാനിഷ് ടൈൽ, പോട്ട് ടൈൽ, ലോക്കിംഗ് ടൈൽ. നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മളിവിടെ പറഞ്ഞു പോട്ട് ടൈൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പാൻറ്റയിലും പറഞ്ഞു, പോട്ടയിൽ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ പോട്ടയിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് പറയാമെന്ന് പറഞ്ഞു കേട്ടോ. ഇതുപോലെ ആയിരിക്കും പോട്ടയിൽ ഇരിക്കുക. അപ്പം ഈ പോട്ടയിലിന് 2-3 പേരുണ്ട്. അതിലൊന്നാണ് ഹാഫ് റൗണ്ട് കൺട്രി ടൈൽ, നമുക്ക് അതിനെ പറയാം. അല്ലെങ്കിൽ എന്താ, സ്പാനിഷ് ടൈൽ എന്ന് പറയാം. എന്താണ്, സ്പാനിഷ്. മറ്റേ എന്തായിരുന്നു, മാംഗ്ലൂർ ടൈൽ എന്ന് പറയുന്ന, സോറി, അലഹബാദ് ടൈൽ എന്ന് പറയുന്ന പേരെന്തായിരുന്നു, ഇറ്റാലിയൻ ടൈൽ എന്നായിരുന്നു. അപ്പൊ ഇവനെന്ന് പറയുന്നത് ഈ ഹാഫ് റൗണ്ട് ആയിട്ടുള്ളവനെ പറയുന്നത് എന്താ, സ്പാനിഷ് ടൈൽ എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ പോട്ട് ടൈൽ, അല്ലെങ്കിൽ ലോക്കിംഗ് ടൈൽ, അങ്ങനെയൊക്കെ ഇവന് പേരുണ്ട്. ഓക്കെ, അപ്പൊ ഇവനെ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പേഴ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുക. പേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു അണ്ടർ ടൈല് ആൻഡ് ഓവർ ടൈല് അങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവനെ നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യും, ACGI ഷീറ്റ്സിന്റെ ഒക്കെ മുകളിലൊക്കെ നമ്മൾ ഇവനെ യൂസ് ചെയ്യാറുണ്ട്. ഓർഡിനറി ഹാഫ് റൗണ്ട് കൺട്രി ടൈലിന് ഇവന് പേരുണ്ട്.
അല്ലെങ്കിൽ എന്താണ് ലോക്കിംഗ് ടൈൽ, അതൊക്കെ അവന്റെ പേരുകളാണ്. കണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ സ്പാനിഷ് ടൈൽ അല്ലെങ്കിൽ ഹാഫ് റൗണ്ട് കൺട്രി ടൈൽ, പോർട്ട് ടൈൽ എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി അടുത്തത് IS കോഡ്സ് ആണ്. IS കോഡ്സിൽ നമ്മൾ ക്ലേ ഫ്ലോറിംഗ് ടൈൽസ് ആണെങ്കിൽ, ഓക്കെ, ക്ലേ ഫ്ലോറിംഗ് ടൈൽസ് ആണ് നമ്മുടെ IS കോഡ് ഏതാണ്? IS 1478 1992, രണ്ട് 1992 ആണ്. പക്ഷെ ഫ്ലോറിംഗ് ടൈൽസ് ആണെങ്കിൽ 1478. ഓക്കെ, 4ഉം 8ഉം ഓർക്കാലോ, അതിനിടയിൽ ഒരു 7 വരും. ഓക്കെ, ഇവന്റെ ഒന്ന് കുറഞ്ഞു വരുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്ലേ ഫ്ലോറിംഗ് ടൈൽസ് ആയിരിക്കും. പിന്നെ 1464, ഓക്കെ, ഒരു ഫാൻസി നമ്പർ അല്ല, 1464. ഓക്കെ, അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ അത് എന്താണ്? സീലിംഗിൽ വരുന്ന ഫാൻസി സീലിംഗ്. ഓക്കെ, അങ്ങനെ ഒക്കെ ഫാൻ സീലിംഗിലാണ് വരുന്നത്. ഫാൻസി നമ്പർ വരുമ്പോൾ സീലിംഗിൽ വരും. അങ്ങനെയൊക്കെ എല്ലാം കണക്ട് ചെയ്ത് ഓർത്തിരിക്കണം. വെച്ചാൽ കോഡൊക്കെ പഠിച്ചിരിക്കാൻ ഭയങ്കര പാടാണ്. എന്ന് വെച്ചാൽ ഇത്രയും നമ്പർ ഇല്ല, നമ്മൾ എങ്ങനെ ഓർത്തിരിക്കുന്നത്? അപ്പൊ നമ്മൾ നല്ല പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ എന്തെങ്കിലും കോഡൊക്കെ വെച്ച് ഇങ്ങനെ വരും എന്നൊക്കെ വെച്ച് കണക്ട് ചെയ്യാം. അപ്പൊ അവർ ഓപ്ഷൻ തരുമ്പോൾ എന്തായാലും ക്ലേ ഫ്ലോറിംഗ് ടൈൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓപ്ഷനോടെ ഒക്കെ തരും. അപ്പൊ നമ്മൾ ഏകദേശം ഈ നമ്പറിന്റെ ആ ഒരു പ്രത്യേകത വെച്ചൊക്കെ ഐഡന്റിഫൈ ചെയ്താലേ നമുക്ക് ഓർക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഏകദേശം എന്താ ഒന്ന് ഓർക്കുക, ഇത് ഒരു കുറച്ച് പുറകില്ല, 1992, ഒരു 30 ഇയേഴ്സ് ബാക്ക് ഉള്ള ഒരു കോഡാണ്. പിന്നെന്താണ്, ഇച്ചിരി 1478 എന്നൊക്കെ വന്നാൽ അത് ക്ലേ ഫ്ലോറിംഗ് ടൈൽസ് ആണ്. 1464 ഫാൻസി ഫ്ലോറിംഗ്, അപ്പൊ എന്താണ്, സോറി, ഫാൻസി സീലിംഗ്. ഓക്കെ, ഫാൻ സീലിംഗ്, അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ എന്താണ്, സീലിംഗിലാണ് എന്തെടുക്കുന്നത്, ഈ ടൈൽസ്. IS കോഡ് ഈ സീലിംഗ് ടൈൽസിനുള്ള IS കോഡാണ് ഇത്. അങ്ങനെയൊക്കെ എന്തെങ്കിലും കണക്ട് ചെയ്ത് ഓർക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ കുറച്ച് IS കോഡ്സ് നമ്മളെ മെയിൻ ഒരുമാതിരി വന്നിട്ടുള്ള IS കോഡ്സിന്റെ ഒക്കെ ഒരുമാതിരി ലിസ്റ്റ് ചെയ്തേക്കുക. അപ്പൊ ഇതെല്ലാം പറഞ്ഞു പോകണമെന്നാണെങ്കിൽ ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്ന ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. PDF അയച്ചു തരുന്നുണ്ടല്ലോ, PDF അയച്ചു തരുമ്പോൾ ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുക. നമുക്ക് ഇപ്പൊ IS കോഡ് വരുമ്പോൾ IS 456 ഒക്കെയാണ് നമുക്ക് അറിയാം. 456ഉം 2000 എന്താണ് IS 800 2007 അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കോഡുകളാണെങ്കിൽ നമുക്ക് അറിയാം. പക്ഷെ അതിനിടയിൽ വരുന്ന ഇപ്പൊ എന്താ OPC ഗ്രേഡിന്റെ കോഡ് ഏതാ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു തപ്പൽ വരാൻ ചാൻസ് ഉണ്ട്. മീൻസ് ഒത്തിരി നമ്പറുകളില്ല. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ കളക്ട് ചെയ്ത് തന്നെ 1 2 3 4 അറൌണ്ട് 5 പേജസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് പ്രിന്റ് ചെയ്തെടുത്ത് വെക്കുമ്പോൾ ഒന്ന് നോക്കുക. ഇതിനകത്തോട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കുറച്ച് സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സ്പേസ് ഒന്നും തോന്നുന്നല്ലേ, ആണെങ്കിൽ ഇതിനകത്ത് അവിടെ ഇവിടെ കുറച്ച് ആഡ് ചെയ്ത് നോട്ട്സിൽ എഴുതി വെക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമ്മൾ ഇപ്പം എനിക്ക് ക്ലേ പ്രോഡക്ട്സിനെ പറ്റിയിട്ട് ഒരുമാതിരി നമ്മൾ പറയാനുള്ള ടോപ്പിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാവേ. ഓക്കെ, താങ്ക് യു.